വോയിസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം വന്നിരിക്കുന്ന സന്തോഷ് ജോർജ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഹ്രസ്വമായ അമേരിക്കൻ സന്ദർശനത്തിനിടയ്ക്ക് നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി കൂടുതൽ വിവരങ്ങൾ ബത്സേദയെ പറ്റി പറയുവാൻ അച്ഛൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് അച്ഛൻ നമ്മുടെ സുദീർഘമായ 2-3 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് സാബുനാൻ പറഞ്ഞതിൻ്റെ പേരിലുള്ളതാണ്. ഈ ശനിയാഴ്ച ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റ് നടക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി അച്ഛൻ്റെ 2 വാക്ക്, അതിൻ്റെ ഉദ്ദേശിക്കുന്ന ആളുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത് 2 വാക്ക്. തീർച്ചയായിട്ടും 13-ാം തീയതി ശനിയാഴ്ച 4 മണി മുതൽ 6 മണി വരെയുള്ള 2 മണിക്കൂർ സമയം നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ദേശി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മൾ 4 മണിക്ക് കൂടാൻ തക്കോണം ആഗ്രഹിക്കുക. ആക്ച്വലി എല്ലാ പ്രാവശ്യവും ഞാൻ 2 വർഷം 3 വർഷം കൂടുമ്പോൾ അമേരിക്കയിൽ വരാറുണ്ട്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പ്രിയപ്പെട്ട സാബുച്ചാൻ തന്നെ ലീഡ് ചെയ്ത് പ്രിയപ്പെട്ട ബാബുച്ചാൻ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സംഗമം സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് മല്ലപ്പള്ളിക്കാരായ ആളുകൾ, അവരുടെ ദേശത്തുള്ള ഒരു സുഹൃത്തുക്കളും ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി വന്ന് ഒരുമിച്ച് 2 മണിക്കൂർ ഇരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ദൈവനാമത്തിൽ പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് ആരാധന നടത്തി അവരുടെ സ്നേഹപരിചരണങ്ങൾ വാങ്ങി മടങ്ങുന്ന ഒരു പതിവാണ് എല്ലാ പ്രാവശ്യവും ഉള്ളത്. ഈ പ്രാവശ്യവും ദൈവകൃപയാൽ അങ്ങനെ ഒരു പ്രോഗ്രാം സ്ഥാപിച്ചാൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ശനിയാഴ്ചയാണ്. ഞാൻ അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകമായിട്ട്. അച്ഛൻ ചുരുങ്ങിയ വാക്കുകളിൽ അച്ഛൻ പറഞ്ഞാൽ മതി. ഈ അച്ഛൻ്റെ പ്രസ്ഥാനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? നിലവിൽ 2 ഘട്ടമായിട്ട് തിരിക്കേണ്ടി വരും. 2008 ശരിക്കും ബസൈദ തുടങ്ങുന്നത്. എന്നാൽ 2012 മുതലാണ് അതൊരു രജിസ്റ്റേർഡ് ചെയ്തൊരു പ്രോജക്റ്റാക്കി മാറ്റുകയും അപ്രൂവൽ തലത്തിലേക്ക്, നിയമപരമായ അപ്രൂവൽ തലത്തിലേക്ക് ബസൈദ വളർന്നു തുടങ്ങിയത് 2012 ശേഷമാണ്. തിരുവനന്തപുരത്ത് 2008 തുടങ്ങിയെങ്കിലും അതൊരു ഇൻഫ്രാസ്ട്രക്ചറൽ തലത്തിലേക്കൊന്നും ആയിട്ടില്ലായിരുന്നു. കമ്മിറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക, ഹൗസ് വിസിറ്റിങ്, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച് സാധനങ്ങൾ എത്തിക്കുക, രോഗികളെ പോയി കാണുക, അവർക്ക് ഫണ്ട് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് കിടക്ക എത്തിക്കുക, ഭക്ഷണം എത്തിക്കുക, ഗ്രോസറി എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. പക്ഷേ ഒരു ബിൽഡിംഗ് തലത്തിലേക്കും ഒരു സ്ട്രക്ചറൽ തലത്തിലേക്കൊക്കെ ബസൈദ എത്തിയത് 2012 ശേഷമാണ് നിലവിലെത്തിയത്. താങ്ക് യു അച്ഛൻ. അച്ഛൻ ഇതിൻ്റെ നടത്തിപ്പിൽ അച്ഛൻ ഒറ്റയാളാണോ അതോ അച്ഛൻ്റെ പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ബത്സേദയിൽ എത്ര പേരുണ്ട്? എൻ്റെ പുറകിലല്ല, എൻ്റെ മുൻപിലും എൻ്റെ മുകളിലും സർവശക്തനായ ദൈവത്തിൻ്റെ അകൈതവമായ നേതൃത്വമാണ് ബസൈദയ്ക്കുള്ളത്. അത് പറയുമ്പോൾ നമ്മളത് തമാശയായിട്ടല്ല പറയുന്നത്. കർത്താവ് തരാത്തതായിട്ട് ഒന്നുമില്ല ബസൈദയിൽ. എല്ലാം സർവശക്തനായ ദൈവം തന്നതാണ്. 115-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ പറയുന്നത്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തയ നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന്. അതായത് മഹത്വം മുഴുവനും കർത്താവിന്. ബസൈദയുടെ വളർച്ചയിൽ സർവശക്തനായ ദൈവമാണ്. അത് ആത്മീയമായ കാര്യമാണ്. ഭൗതികമായി ചിന്തിക്കുമ്പോൾ കർത്താവ് ഒരുക്കിയ ഒരുപറ്റം ആളുകളുടെ കരുതലാണ് ബസൈദയുടെ ഇന്ന് വരെയുള്ള വളർച്ച. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സാബുനാനെ പോലുള്ള വ്യക്തികൾ, അതേ ചുറ്റുമുള്ള ആളുകളെ പോലുള്ളവർ, ഗൾഫ് നാടിലുള്ള പ്രിയപ്പെട്ടവർ, അമേരിക്കൻ നാടുകളിലുള്ള പ്രിയപ്പെട്ടവർ, ഇവരുടെ എല്ലാം വലിയ കരുതലും സ്നേഹവും, പിന്നെ സഭയ്ക്കകത്തു നിന്നുള്ള ഒരു കരുതലും സ്നേഹവും, സഭയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ കരുതലും, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് വരെയും ഈ സ്ഥാപനം അതിൻ്റെ വളർച്ചയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു അച്ഛാ. അച്ഛാ, ഈ അവിടുത്തെ അന്തേവാസികളെ പറ്റി പറയുമ്പോൾ അന്തേവാസികൾ ഏറ്റവും പ്രായം കൂടിയ ആളും പ്രായം കുറഞ്ഞ ആളും അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ അതിലേറ്റവും അച്ഛന് കഷ്ടപ്പാടായിട്ട് തോന്നുന്ന ഒരു ജീവിതം ആരുടേതാണ്? ഒപ്പം അച്ഛൻ എന്തെങ്കിലും പ്രത്യേകിച്ച് അന്തേവാസികളെ പറ്റി പറയാനുണ്ടെങ്കിൽ 2 വാക്ക്. ബസൈദയിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ 98 വയസ്സുള്ള രാജപ്പൻ ചേട്ടനാണ്. കോഴഞ്ചേരിക്കടുത്ത് ഉള്ള കുറിയന്നൂരിനടുത്തുള്ള ഒരു പാവം വൃദ്ധനാണ്. ആക്ച്വലി അദ്ദേഹം ഒരു എഞ്ചിനീയറായിരുന്നു, ഗവൺമെൻറ് എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടായി, എല്ലാവരും നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു 6.5 വർഷമായിട്ട് ബസൈദയിലുണ്ട്. നിലവിൽ അദ്ദേഹമാണ് ഇപ്പോൾ നിലവിലുള്ളതിലുള്ള ഏജിൽ സീനിയർ മോസ്റ്റ്. അതിനൊക്കെ മുമ്പുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, പക്ഷേ ഏജിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് 98 വയസ്സാണ് എന്നാണ് എൻ്റെ ഒരു ഊഹമല്ല, രജിസ്റ്റേർഡിൽ അങ്ങനെയാണ്. 98 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ അദ്ദേഹം വളരെ ടയർഡാണ്, എന്നാലും വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്, സന്തോഷമായിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ 36 വയസ്സുള്ള ബോബിയാണ് നിലവിലുള്ള. ബോബി ഒരു MRഉം അതുപോലെ തന്നെ ഒരു ഡൗൺ സിൻഡ്രോം കാറ്റഗറിയിൽപ്പെട്ട കുട്ടി, 2ഉം കൂടെയാണ്.
അവന് അടുത്ത് തന്നെയുള്ള ഒരു 15 കിലോമീറ്റർ വ്യത്യാസത്തിലൊരു ഫാമിലിയിലുള്ള ഒരാളാണ്. ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞുള്ള ബോബിയാണ്. 36 ആണ് അവൻ്റെ ഏജ്. രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്. എല്ലാവരുടെയും കൂട്ടത്തിൽ മുതിർന്നവരും ജൂനിയേഴ്സ് എന്നുള്ള ലെവലല്ല, എല്ലാവരും ഒരേ മനസ്സോടെ എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന സ്ഥാപനം. പിന്നെ ഒരു കാറ്റഗറി തിരിച്ചൊന്നും ആൾക്കാരെ അവിടെ കാണാൻ ശ്രമിക്കാറില്ല. MR ഒരു സെക്ഷനാണെങ്കിൽ, ഓട്ടിസം ഒരു സെക്ഷനാണെങ്കിൽ, മെൻ്റലി പ്രത്യേകിച്ച് ഇൽനെസ്, അതായത് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ ഒരു സെക്ഷനായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്തും പ്രായം കുറഞ്ഞ ഒരു രതീഷ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന് 40 ബിലോയാണ്. സങ്കടം തോന്നും അവൻ്റെ ജീവിതമൊക്കെ അറിയുമ്പോൾ. അങ്ങനെ ചെറുപ്പക്കാർ വരുമ്പോൾ ഉള്ളിനുള്ളിൽ വല്ലാത്തൊരു പെടച്ചിലുണ്ടാകും. കാരണം കുടുംബത്തെ നോക്കേണ്ടവർ, അമ്മയ്ക്ക് അപ്പന് സപ്പോർട്ട് കൊടുക്കേണ്ടവർ മാനസിക ചിത്തം ബാധിച്ച് വീട് വിട്ട് അലിഞ്ഞതൊക്കെ കണ്ട് ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. അത് പലപ്പോഴും വേദനയായിട്ട് മനസ്സിലുണ്ടെങ്കിലും പിന്നെ അത് ദൈവം നമുക്ക് തന്ന ശുശ്രൂഷയാണെന്ന് ഓർത്ത് അവരെ ചേർത്ത് പിടിക്കാറുണ്ട്. അതാണ്. ഈ അംഗങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്? കൂടുതലും എൻ്റെ വഴിയാത്രകൾ ഞാൻ കണ്ടുമുട്ടി തിരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് മുടി വളർന്ന് ഭീകരമായ വിധം കുളിക്കാതെ നല്ല വസ്ത്രം ധരിക്കാതെ മുഷിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. നല്ല ശതമാനം ഇവരെയൊക്കെ ഞാൻ തന്നെ എൻ്റെ വാഹനത്തിൽ തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ബസ്സേതേ കൊണ്ടുവന്ന് മുടി വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു പരിചരണത്തിലാണ് അവിടെയുള്ള 70% പേര്. പക്ഷേ 30% പേരെക്കുറിച്ച് പറഞ്ഞാൽ പോലീസുകാർ വഴി വരാറുണ്ട്, പോലീസ് സ്റ്റേഷൻ വഴി വരാറുണ്ട്, അതുപോലെ സംഘടനകൾ കൊണ്ടുവരാറുണ്ട്, വാർഡ് മെമ്പർമാർ വഴി വരാറുണ്ട്, പിന്നെ നമ്മുടെ ചർച്ചുകളിൽ തന്നെ യൂത്തൊക്കെ ഇടപെട്ട്, യൂത്ത് ലീഗ്, യുവന പ്രസ്ഥാനം ഇടപെട്ടിട്ടൊക്കെ ഇവരെ കൊണ്ടുവരാറുണ്ട്. താങ്ക് യു അച്ഛാ. ഇനി ഒരു കാര്യം ചോദിച്ചാൽ, ഈ മേഖലയിൽ അച്ഛന് കോമ്പറ്റീഷൻ ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ഇതിലോട്ട് ആരും കടന്നു വരാറില്ല. എങ്കിലും അച്ഛൻ്റെ നിയറസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടോ? സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഹെൽപ്പ്? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളില്ലേ, എത്ര നന്നായിട്ട് പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. എനിക്കറിയാം. എനിക്ക് ഇൻഡിവിജ്വലി കോണ്ടാക്റ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. അതും ജാതിമത വ്യത്യാസമില്ലാതെ നടത്തുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരും അവരുടേതായ കർമ്മമണ്ഡലങ്ങൾ സജീവമാണ്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ സ്ഥാപനമൊക്കെ രജിസ്റ്റേർഡ് സ്ഥാപനമായതുകൊണ്ട് OCBക്ക് അകത്ത്, ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അകത്തുള്ള സ്ഥാപനമായതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് 130 സ്ഥാപനങ്ങൾ പല കാറ്റഗറി, ഒന്നല്ല പലയിടത്തായിട്ടുണ്ട്. ഇതെല്ലാം ഒരു കൊടക്കീഴിലാണ്, ഒരു അതോറിറ്റിയുടെ കീഴിലാണ് പോകുന്നത്. ഇത് നമ്മൾ പ്രീസ്റ്റ്ഹുഡിനകത്തുള്ളവരാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ലോ ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് അവരുടെ നിയമം അനുസരിച്ചിട്ട് പോകുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ പറഞ്ഞാൽ കോമ്പറ്റീഷൻ വേദിയൊന്നുമല്ല. ജീവകാരുണ്യം അത് നല്ല മനുഷ്യരുടെ ശുശ്രൂഷ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് കഠിന ഹൃദയരാണെങ്കിൽ അത് ബിസിനസ് വേറെ ആയിരിക്കും, അത് ലക്ഷ്യം വേറെ ആയിരിക്കും. നല്ല മനുഷ്യർ അവരുടെ മേലുള്ള ബോധ്യവും കരുണാർദ്രമായ മനസ്സും കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇതിൽ ഇറങ്ങുന്നത്. പക്ഷേ മുറിവുകൾ ഒരുപാടുണ്ടാകാറുണ്ട്. അത് തീർച്ചയായിട്ടും പറയുകയാണ്. പരിഹസിക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, സാമ്പത്തിക സഹായം മറച്ചു വെക്കുന്നവരുണ്ട്, പണം കൊടുക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ കളിയാക്കി ഇറക്കിടും. എനിക്കൊക്കെ അങ്ങനെ ഒത്തിരി അനുഭവം. പല വീട്ടിലൊക്കെ ചെന്നിരുന്നിട്ട് ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പോലും ഒന്നും പറയാതെ ഞാൻ ഒന്നും പറയാറില്ല, ഇറങ്ങി പോന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് സങ്കടപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ എന്നെ കാത്ത് എൻ്റെ ബസ്സേതയിൽ ആരെങ്കിലും അവരുടെ കാത്തിരിപ്പുണ്ടായിരിക്കും. അതെനിക്ക് മിറക്കിൾ പോലെ പറയാനുണ്ട്. ഞാൻ പല വീട്ടിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങി വരുമ്പോൾ ഫോൺ വരും, അച്ഛാ പെട്ടെന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ലൈവായിട്ട് ദൈവം കൂടെ നിന്ന് ചലിപ്പിച്ചിട്ടുണ്ട് ബസ്സേതായി. ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദുഃഖങ്ങളില്ലാതൊരു ഗ്രോത്ത് ഇല്ലല്ലോ. നമ്മൾ പറയാറില്ലേ, നോർമലി നമുക്ക് വിജയിക്കാൻ ഒരു ശത്രു മതി, പക്ഷെ നന്നായിട്ട് വളരണമെങ്കിൽ ഭയങ്കരമായിട്ട് ശത്രു, അതായത് കഠിന ശത്രു തന്നെ വേണം. പക്ഷെ ബസ്സേതാരുടെ വളർച്ചയ്ക്ക് പിന്നിലെ കഠിന ശത്രു ഒന്നും പറയുന്നില്ല, പക്ഷേ ഉപദ്രവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ദൈവം തന്നതാണെന്ന് കരുതിക്കൊണ്ട് ഞാനതിന് മുമ്പ് സ്വീകരിച്ചു പോകുന്നു. അച്ഛൻ അവിടെ ജോലി ചെയ്യുന്ന 3-4 തൊഴിലാളികളുണ്ടെന്ന് പറഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അന്തേവാസികളിൽ അന്യസംസ്ഥാനക്കാരുണ്ടോ? ബസ്സേതയിൽ നിലവിൽ 8 പേരാണുള്ളത്. അടുക്കളയിൽ 2 പേര്, ഓഫീസിലെ, അതുപോലെ തന്നെ ക്ലിനിക്കിലെ ഡ്രൈവറ്, പിന്നെ റബ്ബർ വെട്ടുന്നവർ, അങ്ങനെ 8 പേരുണ്ട്. 9 പേര് ഒരാൾ വന്നു 8 പേരോട് താമസിക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ആരും നമ്മുടെ സ്ഥാപനത്തിൽ നിലവിലില്ല. നേരത്തെ ഉണ്ടായിരുന്നു, പശുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പശുക്കളെ നോക്കാൻ നേപ്പാളി ഫാമിലി ഉണ്ടായിരുന്നു, പക്ഷേ അവർ തിരിച്ചു പോയി. ഇപ്പം നിലവിൽ ആരുമില്ല. മലയാളികളും അടുത്തുള്ളവർ മാത്രമേ. അന്തേവാസികളിലും ആരുമില്ല. അന്തേവാസികളിലും ആരുമില്ല. ഇല്ല. ഇനിയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ വലതുപക്ഷ ഭരണങ്ങൾ മാറി മാറി വരുന്നു കേരളത്തിൽ. അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അച്ഛനിഷ്ടമുള്ള പൊളിറ്റീഷ്യൻ, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ മന്ത്രിമാർ, അല്ലെങ്കിൽ കളക്ടർ, ആരുടെയെങ്കിലും ഒരു പേര് പറയാനുണ്ടോ? 1, 2, 3 പേര് പറയാൻ മടിയൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാറിനെ അതിലോട് ഓർക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഉമ്മൻചാണ്ടി സാറ് ബസ്സേതെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് ആൻറ്റിയുമായിട്ടൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധം ചാണ്ടി ഉമ്മനുമായിട്ടൊക്കെ ഉണ്ട് എനിക്ക്.
ഒത്തിരി സഹായിച്ചിട്ടുണ്ട് സാർ എന്നെ. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് ആൻറ്റിയുമായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട് അതെനിക്ക്. അതുപോലെ തന്നെ ഒരാളാണ് ശശി തരൂർ സാർ. സാറാണ് തണൽ വീട് തിരുവനന്തപുരത്തെ ക്യാൻസർ സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ അവിടെയൊക്കെ വന്നതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ കരുതലുണ്ട്. മധു സാറ് രാഷ്ട്രീയക്കാരനല്ല, സിനിമാ നടനാണ്. മധു സാറ് വലിയ സഹായം. കൊല്ലം തുളസി, അതുപോലെ തന്നെ ജി വേണുഗോപാൽ, ഇവരുടെയൊക്കെ ഒരു കെയർ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ, പൊളിറ്റിക്കലി പറഞ്ഞാൽ വ്യക്തിപരമായി, രാഷ്ട്രീയമല്ല പറയുന്നത്. ഉമ്മൻചാണ്ടി സാറൊക്കെ രാഷ്ട്രീയത്തിന് അപ്പുറത്തെ വലിയ കരുണയുള്ള മനുഷ്യനായിരുന്നു. എല്ലാ കൂട്ടത്തിലും ഉണ്ട്. കടന്നപ്പള്ളിയൊക്കെ വലിയ കോണ്ടാക്റ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. അതുപോലെ അവിടുത്തെ കൗൺസിലർമാരൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറമാണ്. രാഷ്ട്രീയത്തിന് പുറകെ ഞാൻ പോകാറില്ല. എനിക്ക് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിലുപരി നന്മയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. താങ്ക് യു അച്ഛൻ. അച്ഛന് ഫണ്ടിങ്ങിനെ പറ്റി ഞാൻ ചോദിക്കുന്നില്ല, കാരണം അത് പലരും ചോദിച്ചിരുന്നു. പ്ലസ് അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛന് ഈ കഴിഞ്ഞ 8, 10, 12 വർഷത്തിനിടയ്ക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം, സന്തോഷകരമായ സംഭവം, അച്ഛൻ്റെ മുഖം കണ്ടറിയാം അച്ഛൻ സന്തോഷമാണ്, കണ്ടൻറ്റഡ് ആണ്. എങ്കിൽ പോലും ഏറ്റവും പ്രയാസം അനുഭവിച്ച ഒരു പ്രയാസം, അല്ലെ കടന്നുപോയ ഒരു കാലഘട്ടം? കടന്നുപോയത് എൻ്റെ പിതാവിൻ്റെ മരണം തന്നെയാണ്. എൻ്റെ അപ്പന് അവസാനത്തെ 6 വർഷം എൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് ബസ്സെയ്തായിലായിരുന്നു. എൻ്റെ അപ്പൻ മരിച്ചത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ദുഃഖിക്കാൻ പാടില്ല. അത് ഭൗതികമായ ഒരു കാര്യമാണ്. ആത്മീയമായിട്ട് എനിക്ക് ദുഃഖമില്ല. ഐ എം വെരി ഹാപ്പി. എൻ്റെ അപ്പൻ ഉറപ്പായും എൻ്റെ കർത്താവിൻ്റെ ഇടയ്ക്കലുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്കൊരു ജെനുവിൻ പേഴ്സൺ ആയിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞത് സ്ഥാപനം ഒഫീഷ്യലി 2 അംഗീകാരത്തിലേക്ക് വന്നു. ഒന്ന് ഗവൺമെൻറ് അംഗീകാരത്തിലേക്ക് വന്നു. രണ്ടാമത് മലങ്കര സഭയുടെ അംഗീകാരം കിട്ടി. ഈ 2 അംഗീകാരം കിട്ടിയത് എന്നെ സംബന്ധിച്ച് ഐ എം വെരി ഹാപ്പി. അതെനിക്ക് പറയാൻ വാക്കുകളില്ല. താങ്ക് യു അച്ഛാ. എനിക്കറിയാം, ഞാൻ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ആൻസിലറി യൂണിറ്റോ അല്ലെങ്കിൽ സഹോദര സ്ഥാപനമുണ്ടോ, എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ജില്ലകൾ മാത്രം കേന്ദ്രീകരിച്ച് മാത്രമുള്ള പ്രവർത്തനമാണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു സമയത്തൊക്കെ പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ടായിരുന്നു. പല ജില്ലകളിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ പഴയ കാലത്തെ പോലെ ഫൈനാൻസിൽ വലിയ പ്രശ്നമായിരുന്നു. നമുക്ക് പല ആളുകളും പ്രോപ്പർട്ടീസൊക്കെ തരാൻ തയ്യാറായി. അച്ഛൻ ഫ്രീ ആയിട്ട് എടുത്തു, അച്ഛൻ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ വിശ്വാസമായിരുന്നു. എന്നെ ആളുകൾക്ക് വലിയ വിശ്വാസമാണ്. പ്രോപ്പർട്ടീസൊക്കെ ഫ്രീ ആയിട്ട് തരും, അച്ഛൻ എന്തെങ്കിലും ചെയ്യും. അച്ഛന് അവർ പറയുന്ന അവരുടെ പേരൻസിൻ്റെ മെമ്മോറിയലായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസ്തുവൊക്കെ തരാൻ തയ്യാറായി. പക്ഷേ അതൊക്കെ ഏറ്റെടുക്കാൻ ഞാൻ പോയില്ല. കാരണം എനിക്കതുകൊണ്ട് എൻ്റെ ഈ പ്രായത്തിൽ കുറച്ചുകൂടെ ഹൈ റിസ്ക് ആണെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്കൊരു രോഗമൊന്നുമില്ലെങ്കിലും അസുഖക്കാരനൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് ഓടാൻ തക്കോണം ഫൈനാൻസ് വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പോൾ നിലവിൽ ബസൈദയ്ക്കകത്ത് ബസൈദ മരിയൻ ഹോം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് മൂവ് ചെയ്യുവാണ്. ഇപ്പം നമ്മുടെ കൂടെ ആണുങ്ങളായിട്ടുള്ള ആളുകൾ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരും മറ്റു കേസ് ഉള്ളവരാണ്. എന്നാൽ അമ്മമാരെ കൂടി എടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസൈദ മരിയൻ ഹോം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നിലവിൽ. താങ്ക് യു സോ മച്ച് അച്ഛാ. ഈ സന്ധ്യാസമയത്തും ഈ ദുഷ്കരമായ കാലാവസ്ഥ സമയത്തും ഞങ്ങളോട് സഹകരിച്ചതിന് ഒത്തിരി നന്ദി. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവങ്ങൾക്കും പ്രാർത്ഥനയോടെ ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാനും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചാനലിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ സാധിച്ചതിൽ ഞാനും നന്ദി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഫ്യൂഷൻ വോയിസിൻ്റെ പ്രവർത്തകർക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്ഥാപനത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. നന്ദി.